മുംബൈ ഭീകരാക്രമണത്തിലെ ആസൂത്രകരിൽ ഒരാളായ റാണെ ഇന്ത്യയിൽ എത്തിച്ചത് ഈ ഭീകര താവളങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ഭീകര ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ ഇന്ത്യ ആക്രമണം നടത്തിയ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള അതിലേക്ക് എത്താൻ റാണ ഒരുപാട് സഹായിച്ചു എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? ശരിക്കും ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മൾ ഭീകരവാദ കേന്ദ്രങ്ങളെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചത്. അതായത് നമ്മുടെ കയ്യിൽ 23 സ്ഥലങ്ങളുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ 9 സ്ഥലത്തെ നമ്മൾ ആക്രമണം നടത്തിയുള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെ നിന്ന് കിട്ടി? അതിൻ്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തഹാവൂർ ആണെന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഭീകരനെ ഇപ്പോൾ അമേരിക്ക നമുക്ക് കൈമാറിയിരുന്നു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ ഇയാളിൽ നിന്നാണ് ഈ ലൊക്കേഷൻ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. തഹാവൂർ ആണ് ഒരു ഡോക്ടറായിരുന്നു. ഇയാൾ പിന്നീട് പാക് ആർമിയിൽ സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ പാക് സൈന്യവുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ പതുക്കെ ആർമിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവിടുത്തെ ചില തീവ്രവാദ സംഘടന, അതായത് ജിഹാദി ഇസ്ലാമി, ISI തുടങ്ങിയ സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇയാൾ തീവ്രവാദ നിലപാടുമായി മാറുന്നു എന്ന് മനസ്സിലാകുന്നത്. 1990-കളിൽ എത്തിയപ്പോൾ ഇയാൾ പതുക്കെ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് കാനഡയിലേക്ക് പോയപ്പോൾ ആർമിയിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ വലിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ ഭീകരവാദ സംഘടനകൾ പറഞ്ഞു അത് വേണ്ട, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ISIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്വേഷണമൊക്കെ നിലച്ചു. അതിനുശേഷമാണ് ഇയാൾക്ക് ഈ തീവ്രവാദ ബന്ധം കടുത്തത്. പിന്നീട് ഇയാൾ ഈ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയായിട്ട് വലിയ ബന്ധമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവർ ചേർന്നാണ് പിന്നീട് മുംബൈ ആക്രമണമൊക്കെ പ്ലാൻ ചെയ്തത്. എന്തായാലും ഇയാളെ ഇപ്പോൾ അമേരിക്ക വിട്ടുകൊടുത്തതോടുകൂടി ഇന്ത്യൻ അന്വേഷണ സംഘം കൃത്യമായി ചോദ്യം ചെയ്യുകയും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ, ആർമിയുടെ കേന്ദ്രങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടെത്തിയത്. ആ ലൊക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ 9 ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. മാത്രമല്ല ഈ പാക് വംശജനായ റാണ പാക് സൈന്യത്തിൽ തന്നെ ഡോക്ടറായിരുന്നു. 1990-ൽ കാനഡയിലേക്ക് കുടിയേറിയിട്ടും ലഷ്കർ-ഇ-തോയ്ബ, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി, ISIS സംഘടനകളുമായി ഇയാൾ അടുത്ത ബന്ധവും പുലർത്തിയിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയായ റാണയ്ക്ക് അന്ന് ആക്രമണത്തിൽ പങ്കുവഹിച്ച ISIയിലെ മേജർ ഇക്ബാലുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർണായക വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭീകര കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയധികം ഭീകര കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട്, അവിടെ ഇത്തരത്തിൽ പരിശീലനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് റാണയിൽ നിന്നുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റാണ എന്ന് പറയുന്ന ഒരു നിർണായക വ്യക്തി തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ആദ്യം അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. പക്ഷേ ഇയാൾ പിന്നീട് പറഞ്ഞു എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളെ കാണണം, എനിക്ക് പ്രായമേറെ ആയ വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച നടത്തി. പിന്നെ ഇയാൾ പറഞ്ഞു എനിക്ക് നോൺ വെജ് വേണം, എനിക്ക് എഴുതാൻ പേന വേണം, പാട് വേണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മൾ കൊടുത്തൊന്നുമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അംഗീകരിക്കുകയും ചില കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പഹൽഗാം ആക്രമണം ഉണ്ടായത്. അതായത് മുംബൈ സ്ഫോടനത്തിൽ കൃത്യമായി പാകിസ്ഥാന്റെ പങ്ക് വെളിച്ചത്ത് വരുമെന്ന് വന്നപ്പോൾ അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി കുറച്ച് പ്രകോപനപരമായ നിലപാടുകളുമായി ഒരു പ്രസംഗം നടത്തി. അങ്ങനെയാണ് അസിം മുനീർ എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി തന്നെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നത്. ഇതിനുശേഷം ഈ പഹൽഗാമിൽ ഒരു ആക്രമണം നടന്നു. ആ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കും. ഇതായിരുന്നു അവരുടെ തന്ത്രം. പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചില്ല. ഇന്ത്യ ഒരു 10-15 ദിവസം വെയിറ്റ് ചെയ്തു. ഇതിനുശേഷം ഇപ്പോൾ ആക്രമണം ഉണ്ടാവും, ഇപ്പം തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഈ സിവിലിയൻ കേന്ദ്രത്തിലൊന്നും ആക്രമണം നടത്തിയില്ല. കാരണം പാക് ഇന്റലിജൻസ് കണ്ടെത്തിയത് ഹാഫിസ് ചെയ്ത് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ തീർക്കാനായിട്ടായിരുന്നു ഇത്തരത്തിലൊരു ലക്ഷ്യമെന്ന് കണ്ടതോടുകൂടി അവർ അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുകയും ഇവരെയൊക്കെ തന്നെ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒളിപ്പിച്ച് താമസിക്കുകയും ചെയ്തു. ഇന്ത്യ അതുകൊണ്ടാണ് ആക്രമണം നടത്താതിരുന്നത്. അപ്പോൾ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾക്ക് ആർമിയിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആർമിയിലുള്ള ആളുകൾ എവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ സൈനിക മേധാവികൾ എവിടെയാണ് ഉണ്ടാവുക, കൃത്യമായിട്ട് വിവരം കിട്ടി. ഇനി അവരുമായി ബന്ധം പുലർത്തുന്ന ISI പോലെയുള്ള ഭീകര സംഘടനകൾ, അതുപോലെ തന്നെ അവിടുത്തെ ഈ ഇന്റലിജൻസ് വിങ്, ഈ ചാര സംഘടന, ഇവർക്കൊക്കെയുള്ള ബന്ധങ്ങൾ, അവരുടെ ആളുകൾ എവിടെ ഒളിവിൽ താമസിക്കുന്നു, അവരുടെ കുടുംബങ്ങൾ എവിടെ താമസിക്കുന്നു, ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ കാലാകാലങ്ങളായി ജമ്മു കാശ്മീരിലേക്ക് ഈ ഭീകരവാദികളെ നുഴഞ്ഞു കയറ്റി വിടാനായിട്ട് ശ്രമിക്കുന്ന ഭീകര സംഘടനകളുടെ ഹൈഡ് ഔട്ടുകൾ നമ്മൾ കണ്ടെത്തി. അതുകൊണ്ടാണ് 9 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി മാത്രം നമ്മൾ ആക്രമണം നടത്തിയത്. അപ്പോൾ റഫേൽ യുദ്ധവിമാനത്തിൽ നിന്ന് നമ്മൾ മിസൈലുകൾ കൃത്യ സ്ഥലത്തേക്ക് അയക്കണമെങ്കിൽ അതിന് നമുക്ക് തെളിവുകൾ ലഭിക്കണം. അതുകൊണ്ടാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആക്രമണം നടത്തി. അപ്പോൾ ഈ സാറ്റലൈറ്റ് ചിത്രം ആദ്യം കാണിക്കുന്നു, പിന്നീട് ആക്രമണം നടത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു. ഇത് ലോകത്തിന് മുന്നിൽ നമ്മൾ തുറന്നു കാണിച്ചു. അപ്പോൾ തഹാവൂർ റാണയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്ന് അന്വേഷണ ഏജൻസിക്ക് പരസ്യമായിട്ട് പറയാം. മാത്രമല്ല ഈ ഹെഡ്ലി എന്ന് പറയുന്ന ഭീകരവാദി ഉണ്ടല്ലോ, ഇയാൾ ഏതാണ്ട് റാണയെ തള്ളി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. പാകിസ്ഥാൻ ശരിക്കും പെട്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല ഇപ്പം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ
ജനവാസ മേഖലകളിലേക്കൊന്നും ഇന്ത്യ മിസൈൽ തൊടുത്തുവിട്ടില്ല. അതോടൊപ്പം സൈനിക കേന്ദ്രങ്ങളിലോ സൈനിക മേധാവിയിലോ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊന്നും ഈ ആക്രമണം ഇന്ത്യ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷക്കാലമായി അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവർ എപ്പോഴും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഒരുപാട് പിന്നിലേക്ക് പോകുമ്പോഴും അവർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ എപ്പോഴും വലിയ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ചൈനയുമായി ബന്ധം ഉണ്ടാക്കുകയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഇന്ത്യ പൂർണ്ണമായി അതെല്ലാം തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ചൈനയുടെ ഒരു മിസൈൽ വെച്ചിട്ടായിരുന്നു അവർ ഇത്രയും കാലം വീരവാദം മുഴക്കിക്കൊണ്ടത്. അതൊക്കെ ഭസ്മമായി പോകുന്ന സാഹചര്യമാണ് വന്നത്. അതോടൊപ്പം തന്നെ ഈ 9 കേന്ദ്രങ്ങൾ ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടെ അവിടെ നശിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴും മറ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭിച്ചത് റാണയിൽ നിന്നാണ്. ആ റാണ പറഞ്ഞ വിവരങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് നടത്തി അത് കണ്ടെത്തിയതും അവിടെ ആക്രമണം നടത്താൻ ഒക്കെ സഹായകരമായതും. ഏതായാലും ഭീകരപ്രവർത്തനങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ സൈനികരെ ആക്രമിച്ചാലും അവരുടെ ജനങ്ങളെ ആക്രമിച്ചാലും അവർക്ക് പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഭീകര പ്രവർത്തനങ്ങളെ നശിപ്പിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഹാലിളകുന്നതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ മേജർ ഇക്ബാൽ എന്ന് പറഞ്ഞ ISIയുടെ തലവനുണ്ട്. അതായത് മുംബൈ ആക്രമണ സമയത്ത് ISIയുടെ ചുമതല ഇയാൾക്കായിരുന്നു. ഇയാൾക്ക് ഈ തഹാവൂർ റാണയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് ഈ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമായി. അപ്പോൾ ISIക്ക് പാകിസ്ഥാനിലെ സൈന്യവുമായിട്ടുള്ള ബന്ധം എന്താണ്, അവരെങ്ങനെയാണ് യോജിച്ച് പ്രവർത്തിക്കുന്ന, ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ആർമിക്ക് നേരെ നമ്മളൊരു ആക്രമണം നടത്തിയില്ല. കാരണം പാക് പട്ടാളത്തെ നമ്മൾ ആക്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് പറയാം. ഇവിടെ അതല്ല സംഭവിച്ചത്. പഹൽഗാമിൽ 26 പേരുടെ ജീവൻ എടുത്ത ആ സംഭവത്തിൽ അതിന് ഉത്തരവാദികളായ ഭീകരവാദികളെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒക്കെ പിന്തുണ കിട്ടി. കാരണം തീവ്രവാദികളെ കൊല്ലുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ പോലും പരസ്യമായിട്ട് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ല. കാരണം ഇന്ത്യ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് ഭീകരവാദികൾക്ക് നേരെയാണ്. അപ്പോൾ തഹാവൂർ റാണയും ഈ ഹെഡ്ലിയും നൽകിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റലിജൻസിന്, ഇന്ത്യൻ അന്വേഷണ സംഘത്തിന് ഏറെ ഗുണകരമായി. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് വിട്ടു നൽകിയപ്പോൾ പാകിസ്ഥാൻ ഏറെ പേടിച്ചത് മുംബൈ ആക്രമണത്തിന്റെ ആസൂത്രണം പാകിസ്ഥാനിൽ നടന്നുവെന്ന് ഇയാൾ വെളിപ്പെടുത്തുമെന്നാണ്. കാരണം ഇയാൾ ഡോക്ടറാണ്, മാത്രമല്ല ആ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ്, പിന്നീട് കാനഡയിലേക്ക് 90കളിൽ പോയ വ്യക്തിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇയാൾക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമാണ്. മാത്രമല്ല ഹെഡ്ലിയാണ് അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളിൽ പരിശീലനമൊക്കെ നൽകിയത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തത്. അപ്പോൾ ഇയാൾ കേരളത്തിലേക്ക് വന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ തഹാവൂർ റാണയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മളൊരു ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കും. ഈ സ്കെച്ച് അനുസരിച്ചാണ് നമ്മൾ 21 ഭീകര കേന്ദ്രങ്ങൾ കണ്ടെടുത്തത്. പക്ഷേ നമ്മളുടെ യുദ്ധവിമാനങ്ങൾ 21 അടുത്തും ആക്രമണം നടത്തിയില്ല. കൃത്യമായി ആക്രമണം നടത്തിയത് 9 കേന്ദ്രങ്ങളിലാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റ് കേന്ദ്രങ്ങൾക്കടുത്ത് മാർക്കറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് സിവിലിയൻസ്, അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അപ്പോൾ അവിടേക്കാണ് ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇരവാദവുമായിട്ട് വരും, ഞങ്ങളുടെ സിവിലിയൻസിനെ ആക്രമിച്ചു. ഇപ്പൊ തന്നെ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ സിവിലിയൻസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. ഇത് പൊളിഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭീകരവാദിയുടെ കുടുംബത്തിലെ 10 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ നിലവിളിച്ച് രംഗത്ത് വന്നു. അപ്പോൾ ആ ഭീകരവാദികളുടെ ഈ പരിശീലന കേന്ദ്രത്തിലാണ് ഇയാൾ ഫാമിലിയെ താമസിപ്പിച്ചത്. അപ്പോൾ ആ മേഖലയിലാണ് നമ്മൾ ആക്രമണം നടത്തിയെന്ന് തെളിവായിട്ടുണ്ട്. അപ്പോൾ തഹാവൂർ റാണയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആക്രമണം നടത്തുകയും ഇനി അതുമായി ബന്ധപ്പെട്ട് തുടർന്നാക്രമണം നടത്തുമോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഏത് നിമിഷവും തിരിച്ചടിക്കും, അതിനുള്ള അനുമതി സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ സൈന്യം ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിരന്തര യുദ്ധത്തിലേക്ക് പോവുക. ഒരു 96 മണിക്കൂറിനപ്പുറത്തേക്ക് ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആയുധ കോപ്പുകളൊന്നും നിലവിൽ പാകിസ്ഥാന്റെ കയ്യിലില്ല. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എത്ര നാൾ എത്ര നേരം പിടിച്ചിരിക്കാം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ലാഹോറിൽ പലയിടത്തും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, അതും തുടർ സ്ഫോടനങ്ങളാണ്. അപ്പൊ ഇന്ത്യയല്ല ആക്രമണം നടത്തുന്നതെങ്കിൽ ആഭ്യന്തരമായിട്ട് അവിടെ വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു, പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉയർന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സ്വാഭാവികമായും ആർമിക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുക? അവർ ഞെട്ടിപ്പോവില്ല ശരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.